പൊന്നുപ്രേക്ഷകരെ, വിഷയത്തിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാം. അതായത് ഒരു ചർച്ച നടന്നിട്ടുണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ചിട്ട്. അതായത് ഞങ്ങളെപ്പോലെയുള്ള ചില യൂട്യൂബർമാരെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. രേണു സുധിക്കെതിരെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ആ ഒരു പ്രസ് ക്ലബിൽ അവർ പറഞ്ഞത്, ആരൊക്കെയാണ് അവരുടെ ലിസ്റ്റിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു പ്രസ് ക്ലബിൽ പങ്കെടുത്ത ബിന്ദു ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരാണ് നേതൃത്വമൊക്കെ കൊടുത്തത്. എന്നാൽ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്ത്? നടുക്കുന്ന ചില വോയിസുകൾ, കേട്ടാൽ അറക്കുന്ന ചില വോയിസുകൾ. അതായത് അവർ പ്രസ് ക്ലബിൽ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർമാർ വൃത്തികേടാണ് പറയുന്നത്, ഞങ്ങളെയാണ് നിരോധിക്കേണ്ടത്. അതിനുള്ള കാരണം പറയുന്നത് ഞങ്ങൾ കുറേ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ അങ്ങനെ പറയുന്ന ആള് ബിന്ദു ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്ത്? കേട്ടാൽ അറക്കുന്ന ഞെട്ടിക്കുന്ന ചില വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരോട് വീണ്ടും ഒരു കാര്യം പറയാം. രേണു സുധിയെ ദുബായിലേക്ക് ആരാണ് കൊണ്ടുപോകുന്നത്? ബാർ ഉദ്ഘാടനത്തിന് എന്ന് പറഞ്ഞിട്ട് ആരാണ് രേണുവിന്റെ പിന്നിൽ കളിക്കുന്നത്? അവന്റെ ഫോട്ടോ ഞാൻ വെച്ചു തരാം. ഓക്കെ, പിന്നീട് രേണു സുധി അതായത് ഒരു ബാറിൽ കള്ളു കുടിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം, അതും ഞാൻ വെച്ചു തരാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. രേണുവിനെ ഇഷ്ടമില്ലാത്ത എല്ലാവരും, കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. വിവി ഹെയർ എന്ന് പറയുന്ന യൂട്യൂബറോട് ആദ്യം ഒരു കാര്യം പറയാം. അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷവും 4-5 മാസവും ആയിട്ടുണ്ട്. ഓക്കെ, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇല്ല. ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു വൃത്തികെട്ട, അതായത് എൻ്റെ സ്വന്തം വൃത്തികെട്ട ഒരു ക്യാരക്ടർ പറയാം. ഞങ്ങൾക്ക് 1K പോലും സബില്ലാത്ത ഒരു സമയത്ത് ഞാൻ വെറുതെ വിവിയെ ട്രോളും, അതുൽ വ്ളോഗ്സിനെ ട്രോളും, അതിനുശേഷം ഇറ്റ്മി കൈസ്, രാജ് ടോൾസ് തുടങ്ങിയ യൂട്യൂബർമാരുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ വെറുതെ വളരെ മോശമായിട്ട് പറയുന്ന ഒരാളായിരുന്നു. കാരണം എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന സാധനം എന്തെന്ന് പോലും അറിയാത്ത ഒരു സമയത്തായിരുന്നു. അപ്പോൾ വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഉള്ളതുപോലെ പറയാമല്ലോ. 1000 പോലും സബില്ലാത്ത സമയത്താണ്. അപ്പോൾ ഞാൻ വിവിയൊക്കെ വളരെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിവിയോടും ഈ പറയുന്ന മറ്റു യൂട്യൂബർമാരോടും ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുന്നു. അന്ന് പറ്റിയ ഒരു അബദ്ധമാണ്. ഓക്കെ, അപ്പോൾ വിവി ഹെയറിനോട് പറയാനുള്ളത്, വിവി, നമ്മളൊക്കെ ക്രിയേറ്റർമാരാണ്. അതായത് നമുക്ക് വിമർശനം വരും. നമ്മൾ തിരിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ, അതായത് ഒരു തെറ്റിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കും തിരിച്ചിട്ട് വിമർശനം വരും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെയും ചിലർ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത് വിവിയുടെ ഇഷ്ടമാണ്. എനക്കെതിരെ കോപ്പിറൈറ്റ് തരാനും വിവിക്ക് അവകാശമുണ്ട്. വിവി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ്. അപ്പോൾ വിവിയോടൊരു കാര്യം പറയാം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വേണ്ട എന്നാണ്. അത് നമുക്ക് പറ്റിയ പണിയല്ല. അതായത് ക്രിയേറ്റർമാർക്ക് പറ്റിയ പണിയല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. നമ്മളെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള തെളിവ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വീണ്ടും ഒരു കാര്യം പറയാം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത് വിവിയുടെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ എനിക്കെന്നല്ല, നമുക്കാർക്കും അധികാരമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പൊന്നുപ്രേക്ഷകരെ, എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി 4-5 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ജു പിള്ളയുടെ മകളടക്കം എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി 4 പേര് ഞാൻ പറയുന്നില്ല. അവരിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ടെങ്കിലും ഞാനത് അപ്പീൽ ചെയ്തിട്ട് ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാറ്റിയതിന് ശേഷം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിന്ന് 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. പക്ഷെ നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പം എനിക്ക് 100 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയാലും അതിന് അപ്പീൽ പോകാനുള്ള, അതായത് ആ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ മാറ്റാനുള്ള സംവിധാനമുണ്ട്. അത് കുറേ പേർക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്നേക്കുമായിട്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് റിമൂവ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്, നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് ഒരു 500 സബ്ബൊക്കെ ആവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത് അതത്ര ശരിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ. ഓക്കെ, വിവിക്ക് തക്കതായിട്ടുള്ള കാരണമുണ്ടാവും. ഓക്കെ, ഞാൻ ആ വിഷയം നിർത്തുകയാണ് പുനഃപ്രേക്ഷകരെ. ഓക്കെ, നമുക്കിനി രേണു സുധിയെ ആരാണ് ദുബായിലേക്ക് അയക്കുന്നത്? നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം കാണണം. അതായത് രേണുവിൻ്റെ പിന്നിലുള്ളത് ഈ ചങ്ങായിയാണ്. ഓക്കെ, രേണു അരിഞ്ഞാടാനുള്ള എല്ലാ കാരണവും. ഒരു കാര്യം പറയാം, രേണുവിൻ്റെ ഇഷ്ടമാണ്. എവിടെ വേണമെങ്കിലും പോവാം, എങ്ങനെ വേണം കള്ളു കുടിക്കാം, ബാർ ഉദ്ഘാടനം ചെയ്യാം. പക്ഷേ ഈ ഒരു കോണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ ചങ്ങായിയാണ് രേണുവിൻ്റെ ഒരു വലം കൈ എന്ന് പറയാം. അതായത് എല്ലാത്തിനും രേണു സുധിയെ കൊണ്ടുപോകുന്നത് ഈ ചങ്ങായിയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പൊന്നുപ്രേക്ഷകരെ, നടുക്കുന്ന മറ്റൊരു വീഡിയോ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്.
അതായത് രേണു സുധിക്ക് ക്യാൻസർ ബാധിക്കുന്നതിന് മുമ്പാണ് അത് പബ്ലിക്കായിട്ട് കള്ളു കുടിക്കുകയാണ്. കള്ളു കുടിക്കുന്നത് വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ്. കള്ളല്ല, എന്ത് വേണം, ലഹരി, അതായത് ഈ പറയുന്ന MDMA പോലുള്ള സാധനം ആരും അടിക്കണ്ട. പിന്നെ കള്ള് അലോഡ് ഉണ്ട് എന്നാണ് ഞാൻ കുടിക്കുന്നൊന്നുമില്ല, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും രേണു സുധിയെ പോലുള്ള ഒരാള് പബ്ലിക്കിന് മുമ്പിൽ നോക്കൂ നിങ്ങൾ, എത്രയോ പേരുണ്ട് അവിടെ, അവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കള്ളു കുടിക്കുന്നത് ശരിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരു ചർച്ച നടന്നു. അതായത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരെ എന്നേക്കുമായിട്ട് നിരോധിക്കണമെന്ന്. ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സാരിക തുടങ്ങിയവരോടൊരു കാര്യം പറയാം. അതായത് സമൂഹത്തിന് മുമ്പിൽ ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ തുടങ്ങിയ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആരെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ലോട്ടറി പോലുള്ള തട്ടിപ്പ്, അതിനുശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഞങ്ങളെപ്പോലുള്ളവരാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഇല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ സംഭവിക്കും. ഓക്കെ ഇതിന് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ബിന്ദു ബാലചന്ദ്രന് കുറെ കാര്യങ്ങൾ പ്രസ് ക്ലബിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണലി വിചാരിച്ചു, എന്ത് നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് ഈ പറയുന്ന ബിന്ദു ബാലചന്ദ്രൻ, നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ബിന്ദുവിന്റെ ചില വോയിസ് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിങ്ങൾ എന്തായാലും ആ ഒരു വോയിസ് ഒന്നൊന്നായിട്ട് കേൾക്കണം. കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഹെഡ്സെറ്റ് വെക്കണം പൊന്നു പ്രേക്ഷകരെ, അത്രമേൽ തെറിയാണ് ആ ഒരു വോയിസിലുള്ളത്. കൊച്ചു പയ്യന്മാരെ പോലും നീ ഭർത്താവാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിന്നെ പോലെ വ്യഭിചാരം ചെയ്തല്ലടി മൈരന്റെ മോളെ ഞാൻ ജീവിക്കുന്നത്. ഇതുപോലെ ഗുണ്ടകളെ വിട്ടിട്ട് നീ എന്നെ തെറി വിളിക്കണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കയറി അടിക്കും. പട്ടി ചെറ്റേ, നീ എന്തടി വിചാരിച്ചത്? ഗുണ്ടകളെ വിട്ട് എന്നെ അടിപ്പിക്കണം നായിന്റെ മോളെ. ഗുണ്ടകളെ വിട്ടിട്ട് നീ എന്നെ വിരട്ടണ, എന്നെ പേടിപ്പിക്കണ. നീ ശപിക്കാൻ എനിക്ക് മാത്രമല്ല അവന് പറയും. നിന്റെയൊക്കെ കുലത്തോടെ മുടിയോടി പട്ടി. നീ എന്തോടി വിചാരിച്ച എന്നെ? പട്ടി തെണ്ടി തേവിടിച്ചി അവള് വിട്ടിരിക്കണേ. കോടതിയിൽ നിനക്ക് നോട്ടീസ് വന്നല്ലടി മയ്യേ. ആ നോട്ടീസിൽ മര്യാദയ്ക്ക് നിനക്ക് ബേസ് ചെയ്ത് കോടതിയിൽ വന്ന് അടിക്കാൻ പാടി പട്ടി ചെറ്റേ. അവളെ ഒരു തെറി നിനക്ക് മാത്രമല്ലടി തെറി സ്റ്റോക്കുള്ള. ഞാൻ പേട്ട ആനേറ സൈഡിൽ ഉള്ളവളെ എന്നടി തെറി സ്റ്റോക്ക് എനിക്കുണ്ടടി നായിന്റെ മോളെ. അവളുടെ ഒരു തെറി, നീ പറയണ തെറിയെ കെട്ടി ഇരട്ടി തെറി പറയാ എനിക്കറിയാടി മയിലേ. ഗുണ്ടകളെ വെച്ചിട്ട് അവള് തെറി പറയിപ്പിക്കണടി നായേ. എനിക്കും പറയാറിയാടി പട്ടി. ഗുണ്ടകളെ വെച്ചിരിക്കുന്നത് ജൂഡിഷ് പീറ്റർ എന്ന മൈരന്റെ മോനെ കൊണ്ടെന്ന് അവള് ശാപിപ്പിക്കും. ഇന്നലെ തുടങ്ങിയതാണ് മൈരൻ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. ആടിച്ച ഷേപ്പ് മാറ്റും പന്ന തായോളി മോളെ, കണ്ടാറോളി. ഈ തെറി നിനക്ക് മാത്രമല്ല എനിക്കും അറിയാം. പട്ടി പുണ്ടേ തേവിടി മുണ്ടേ, നീ എന്തോന്ന് വിചാരിച്ചത്? നീ രേണുവിനെ പറയണ പോലെയാണ് ആ കുട്ടിക്ക് തെറിയറിയാം. അത് പറയണ തെറിയൊന്നുമല്ല, ഒറിജിനൽ തെറി നമുക്കറിയാടി. തിരുവനന്തപുരം ആനേറ പേട്ട സൈഡിലുള്ള പെണ്ണുങ്ങൾക്ക് അറിയാടി മൈരേ. നീ എന്തോടി വിചാരിച്ചത്? പട്ടി തേവിടിച്ചി തേവിടി മുണ്ടേ, കണ്ടാറോളി തായോളി മോളെ ഒന്നെ തേവിടിച്ചി തേവിടിച്ചി തേവിടിച്ചി. എന്നെ ശമിക്കുമ്പോ നീ എന്നെ ശമിപ്പിക്കണ? നിന്നെ പോലെ കണ്ണിക്കണ്ട ആണുങ്ങളോട് അന്തി ഉറങ്ങിയല്ലടി ഞാൻ ജീവിക്കണത്. ജീവിതത്തിൽ എന്നും ഒറ്റ ഭർത്താവേ ഉള്ളടി. പേര് പറഞ്ഞുതരടി, എന്റെ ഭർത്താവിന്റെ പേര് രാജേഷ് കൃഷ്ണൻ. ഒറ്റ ഭർത്താവേ ഉള്ളൂ. ഇന്നും അയാൾ മരണം വരെ അയാളായിരിക്കും. പാതിവൃത്യവും പൂജയും പതിവ്രതയായിട്ട് ജീവിക്കുന്നവളാണ് ഞാൻ. ശാപിപ്പിക്കണ? നീ കുടുംബത്തോടെ മുടിയോടി, കുടുംബത്തോടെ ആയിരിക്കും നിന്റെയൊക്കെ അവസാനം. ഞാൻ അന്ന് പറഞ്ഞില്ലേ ചാത്തന, നീ പറഞ്ഞ് എനിക്കതിലെ വീഡിയോ ഇട്ട് അന്ന് മുതൽ തുടങ്ങിയാണ് നിന്റെ കഷ്ടകാലം. നിന്റെ രക്തം കണ്ടിട്ടേ ഞാൻ ഇനി പോകത്തുള്ളൂ. ഐ വോണ്ട് ടു സീ യുവർ ഡെത്ത്. ഓക്കെ, ജൂഡിഷ് പീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടങ്ങി ഇരുന്നോളാൻ പറയണം. അടി പാർസൽ വരുമെന്ന് പറയണം മൈരന്റെ മോന്റെ അടുത്ത്. ഒരു ഷാജി കൊടിവിള, ഒരു ജൂഡിഷ് പീറ്റർ, പട്ടി തെണ്ടി തായോളി മോളെ. തെറി നിനക്ക് മാത്രം വഴങ്ങോളെന്ന് വിചാരിച്ചാടി. പ്രധാനമന്ത്രിയെ നീ തെറി വിളിച്ചതിന് നിന്നെ ആദ്യത്തെ ഷേപ്പ് മാറ്റിയാണ് വേണ്ടത്. പുണ്ടച്ചി മോളെ, പ്രധാനമന്ത്രിയെ തെറി വിളിക്കാൻ നീ ആരടി മൈരേ? എടറി എന്റെ ഫോൺ, മൈരന്റെ മോളെ എടുക്കടി എന്റെ ഫോൺ. എടി രേണു എനിക്ക് ആരാന്നറിയാവോ? എന്റെ കുഞ്ഞനുജത്തിയാണ്. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഒരു ജന്മത്തിൽ എന്റെ സഹോദരി ആയിരിക്കണം ഒരു പക്ഷേ അവർ. അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോട് ഇത്രയും സ്നേഹം തോന്നുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനും ഞാൻ കൊടുത്തിട്ട് പോവോടി. എൻ്റെ ഉയിരും ദൈവം ഒരു ജീവൻ മതി, ഈശ്വരൻ ഒരു ജീവൻ മതിയെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഞാൻ കൊടുക്കുവോടി രേണുവിന്. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല, മക്കളുമില്ല, ഭർത്താവുമില്ല, ആരുമില്ല, ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നവളാണ് ഞാൻ. എൻ്റെ ജീവൻ അങ്ങോട്ട് ഞാൻ കൊടുക്കും കേട്ടോ.
അങ്ങനെ ഒരു ഇതുണ്ട്. നീ എന്തോ എന്നെ ആളെ വിട്ട് ശപിപ്പിക്കണ? ഈ എന്റെ ജീവൻ ഞാൻ രേണുവിന് കൊടുത്തിട്ട് പോവടി, നായിന്റെ മോളെ. പിന്നെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ രണ്ടെണ്ണത്തിന്. നീ ഇങ്ങനെ ഗുണ്ടകളെ വിട്ടിട്ട് എന്തോന്നിനടി ചുമ്മാ ഈ തെമ്മാടത്തരം പറയും. ഈ ചട്ടുകാലി, എനിക്ക് എനിക്ക് ചട്ടുകാലൊന്നും ഇല്ല. നീ ഞാൻ പറഞ്ഞല്ലടി പേട്ട അമ്പലത്ത് മുക്കി വരാൻ പറഞ്ഞല്ലടി മൈരന്റെ മോളെ. നീ എന്തടി വരാത്തത്? നിന്നെ ഞാൻ കാത്തിരിക്കുകയാണല്ലടി. 7 പട്ടികളുണ്ടടി. ആ പട്ടിക്കൂട്ടിലിട്ട് അടക്കി നിന്നെ അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ പട്ടിക്കൂട്ടിലിട്ട് അടയ്ക്കും. അവള് ഗുണ്ടേ അയച്ചിരിക്കണത്. കള്ളം പറയണടി നാറി. അവ അവിടെ തെറി വിളിച്ചോണ്ടിരിക്കണടി മൈരെ. ഉണ്ടാക്കിയത് ഒരുത്തനല്ലല്ലോടി, പലവന്മാർക്ക് നീ ഉണ്ടാക്കിയ പിന്നെ നിന്നെ എങ്ങനെയടി ഒരുത്തന്റെ ഭാര്യ എന്ന് പറയണത്? നായെ രേണുവിനെ കേട്ട നിന്നെ പോലെ സ്വന്തം സഹോദരന് കടന്നു കൊടുക്കണ സ്വഭാവം എനിക്കില്ലല്ലോ. സ്വന്തം സഹോദരിമാരെയും സഹോദരന്മാരെയും ഞങ്ങൾ കല്യാണം കഴിക്കാറില്ല കേട്ടോടി. നിന്നെ പോലെ സ്വന്തം സഹോദരനെ പോലും കിടന്നു കൊടുത്ത് കൊച്ചുങ്ങളെ ഉണ്ടാക്കണ ശീലം എനിക്കില്ലടി മയിരെ. ഞാൻ ഇന്ന് വരെ ഒരു വികലാംഗരെയും വയസ്സിന് മൂത്തവരെയും അടിച്ചിട്ടുമില്ല. ഞാൻ വികലാംഗരെ പ്രത്യേകിച്ച് ഞാൻ ആക്ഷേപിച്ചില്ല. പക്ഷെ നിന്നെ ഞാൻ വിളിക്കും ചട്ടുകാലി എന്ന് കേട്ടോ. ചട്ടുകാലി, നിനക്ക് ദൈവം നിന്റെ ചട്ടുകാലം എന്റെ കഴുത്തിലാ. നീ എന്നെ കണ്ടിട്ടുണ്ടാ? മയിരന്റെ മോളെ 7-8 പട്ടികളെ മേയ്ക്കും. എന്റെ കൈക്ക് തന്നെ ഉണ്ട് നിന്നെ ഇടിച്ചു വീഴ്ത്താനുള്ള ആരോഗ്യം. വയസ്സിന് മൂത്തവരെ ഞാൻ തല്ലിയിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് തല്ലി കൊല്ലണം നിന്നെയായിരിക്കും. പട്ടി തായോളി പുണ്ടാ മോളെ. എടി പേട്ടയിൽ വേശ്യാവൃത്തി ഞാനല്ല, അത്രയും കോടീശ്വര കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ. അതുകൊണ്ടാണ് 1 ലക്ഷം രൂപ മുടക്കി നിനക്കെതിരെ കേസ് ഞാൻ നടത്തുന്നത്. പൂറി മോളെ. ഓക്കെ, നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ബിന്ദു എന്ന ആ ഒരു സ്ത്രീയോട് പറയാനുള്ളത് സ്വയം നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ വരുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ, ബൈ.